കോഴിക്കോട് ദേശീയപാത നിർമ്മാണത്തിനായി പോഴിക്കാവ് കുന്നിൽ നിന്നും അശാസ്ത്രീയമായി മണ്ണെടുത്ത ഭാഗത്തെ സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധക്കാരും കളക്ടറും നടത്തിയ ചർച്ചയിലാണ് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ഉത്തരവായത്. കോഴിക്കാവിൽ നടക്കുന്ന അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രതിഷേധം ശക്തമായിരുന്നു. പോലീസിന്റെ അറിവോടെയാണ് മണ്ണെടുപ്പ് നടക്കുന്നതെന്ന നാട്ടുകാരുടെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു സബ് കളക്ടറുടെയും ജിയോളജി വകുപ്പിന്റെയും റിപ്പോർട്ട്. നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. മണ്ണിടിച്ചിൽ പൂർണ്ണമായും തടയുന്നതിനുള്ള സുരക്ഷാ നടപടികൾ ആരംഭിക്കാനും ഉത്തരവായി. നിലവിൽ 2 മൺതിട്ടയുള്ളത് 4 തിരിക്കും. താഴ്ഭാഗത്തെ ഭിത്തികൾ കരിങ്കൽ ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത് അകത്തുതന്നെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാക്കുക. ഇവിടുന്ന് 2 മീറ്റർ അപ്പുറത്ത് മാത്രമേ ഉള്ളൂ നിയമപ്രകാരം ഒരു എടുക്കാൻ പാടുള്ളൂ. ഈ ബൗണ്ടറി ഈ വാള് കെട്ടി അത് കണക്കാക്കിയാണ് ഇവിടെ ചാരട് കെട്ടിയത്. അപ്പോൾ എന്നാൽ അവർ ഈ ഭാഗത്തേക്ക് കടന്നെടുത്തതാണ് നമ്മുടെ ചുറ്റുപാട് കാണുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള വയലേഷൻസ് ഇവിടെ മുഴുവൻ നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് നടക്കാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ നിരീക്ഷണിച്ച് ഇവിടെ നിൽക്കുന്നത്. നിലവിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രത്യേകം ജനകീയ സമിതിൻ്റെ ആളുകളെ വളണ്ടിയേഴ്സിനെ അടുത്ത് നിരീക്ഷിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. സമരസമിതി അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. കൂടാതെ ജനങ്ങളെ കബളിപ്പിച്ച് വീണ്ടും മണ്ണെടുപ്പ് നടത്തുന്നുണ്ടോ എന്നറിയാനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും പ്രദേശത്ത് നിരീക്ഷണത്തിനായുണ്ട്. മണ്ണിങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളെ 2 പ്രാവശ്യം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ആദ്യം വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. പിന്നെ 2ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. അന്ന് നമ്മുടെ ലാത്തി ചാർജ് നമ്മൾ നേരിട്ട് കാണുമല്ലേ, ആദ്യമായിട്ടല്ലേ നമ്മളിതൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതിൻ്റെ വേദനകൾ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ തൽക്കാലം നിർത്തിവെച്ച് ഇപ്പം 2ാമത് ചർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ ഇളകി മണ്ണ് സുരക്ഷേൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു മാറ്റുകയാണ്. നിലവിൽ മണ്ണെടുത്ത ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് തട്ടുകളായി തിരിക്കുകയാണ്. ഇറ്റാച്ചി കൊണ്ട് ബഞ്ച് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വരുന്ന കുറച്ച് മണ്ണ് ലൂസ് മണ്ണാണ്. അത് അവർ കൊണ്ടുപോകാന്നുള്ളൊരു ഞങ്ങളൊരു കോംപ്രമൈസിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും നാളെ കൊണ്ട് അത് തീരും. പിന്നെ അതിന് ശേഷം മേലുള്ള മണ്ണും ചളിയും വെള്ളം എല്ലാം കൂടി താഴോട്ട് റോഡിലേക്ക് വരുന്നതിന് വണ്ടി 2 കെട്ടാന്നുള്ള അതൊക്കെ ഞങ്ങളെ ചർച്ചയിൽ പിന്നെ ഉരുത്തിരിഞ്ഞ കാര്യമാണ്. ആൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബഞ്ച് ഇവിടെ മേലെ ബഞ്ചായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ചെയ്യുന്നതാണ്. താൽക്കാലികമായി അവസാനിപ്പിച്ച സത്യാഗ്രഹ സമരം അധികൃതർ പറഞ്ഞതിൽ നിന്നും വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.